ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഫുട്ബോളിനും അത്ലറ്റിക്സിനും ഉപയോഗിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ്, കൂടാതെ 2010 കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രധാന വേദിയായിരുന്നു. ഫിറോസ് ഷാ കോല ഗ്രൗണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഫിറോസ് ഷാ കോല ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഇതിന്റെ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ്. അംബേദ്കർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് കായിക വിനോദത്തിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു, പ്രധാനമായും ഫുട്ബോളിനാണ് ഉപയോഗിക്കുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ സ്റ്റേഡിയം പ്രധാനമായും ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് നിരവധി ദേശീയ, പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് വേദിയാകാറുണ്ട്. ദ്രാവക ഹീലിയത്തിലെ അതിദ്രവത്വ തത്വത്തിന് സൂപ്പർഫ്ലൂയിഡിറ്റി പ്രിൻസിപ്പൽ ആരെയാണ് അംഗീകരിക്കുന്നത്? ലെവ് ഡേവിഡോവിച്ച് ലാൻഡൌ. ലെവ് ഡേവിഡോവിച്ച് ലാൻഡൌ ദ്രാവക ഹീലിയത്തിന്റെ അതിദ്രവത്വത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ വികസിപ്പിച്ചു. 0 ഘർഷണത്തോടെ ഒഴുകാൻ കഴിയുന്ന അവസ്ഥയാണ് അതിദ്രവത്വം. ഈ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നക്ഷത്രങ്ങളുടെ ഘടനയും പരിണാമവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖർ പരിധി നിർവചിച്ചതിന് അറിയപ്പെടുന്ന ഭൗതികശാസ്ത്രജ്ഞൻ ആര്? എസ്. ചന്ദ്രശേഖർ. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനാണ്. നക്ഷത്രങ്ങളുടെ പരിണാമവുമായി ബന്ധപ്പെട്ട ചന്ദ്രശേഖർ പരിധി അദ്ദേഹം നിർവചിച്ചു. ഈ പരിധി ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തിന് നിലനിൽക്കാൻ കഴിയുന്ന പരമാവധി പിണ്ഡം സൂചിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ തകർന്നടിഞ്ഞ് ന്യൂട്രോൺ നക്ഷത്രങ്ങളോ തമോഗർത്തങ്ങളോ ആയി മാറും. ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നതിൽ പങ്കാളിയാകുകയും അതിചാലകയുടെ BCS സിദ്ധാന്തം വികസിപ്പിക്കുകയും ചെയ്തത് ആര്? ജോൺ ബാർഡീൻ. ജോൺ ബാർഡീൻ ഭൗതികശാസ്ത്രത്തിൽ 2 നോബൽ സമ്മാനങ്ങൾ നേടിയ ഏക വ്യക്തിയാണ്. 1947 അദ്ദേഹം ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നതിൽ സഹകരിക്കുകയും 1957 അതിചാലകയെക്കുറിച്ചുള്ള BCS സിദ്ധാന്തം വികസിപ്പിക്കുകയും ചെയ്തു. ഇലക്ട്രോണിക്സിന്റെയും ക്വാണ്ടം ഫിസിക്സിന്റെയും വികസനത്തിന് ഇത് വലിയ സംഭാവന നൽകി. മേസറിന്റെയും ലേസറിന്റെയും കണ്ടുപിടുത്തത്തിന് ആരെയാണ് അംഗീകരിക്കുന്നത്? CH. ടൗൺസ്. ചാൾസ് എച്ച്. ടൗൺസ്. ചാൾസ് എച്ച്. ടൗൺസ് ക്വാണ്ടം ഇലക്ട്രോണിക്സിലെ പ്രമുഖനാണ്. അദ്ദേഹം മേസർ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമ്യുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ കണ്ടുപിടിക്കുകയും ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമ്യുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അടിസ്ഥാന തത്വങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. ഈ കണ്ടുപിടുത്തങ്ങൾ ആധുനിക സാങ്കേതികവിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഇലക്ട്രോവീക് സിദ്ധാന്തത്തിനും ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിനും നൽകിയ സംഭാവനകളിലൂടെ അറിയപ്പെടുന്ന ഭൗതികശാസ്ത്രജ്ഞൻ ആര്? അബ്ദുസ് സലാം. അബ്ദുസ് സലാം പാകിസ്ഥാനിൽ നിന്നുള്ള നോബൽ സമ്മാന ജേതാവായ ഭൗതികശാസ്ത്രജ്ഞനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ന്യൂക്ലിയർ ശക്തികളെ ഒരുമിപ്പിക്കുന്ന ഇലക്ട്രോവീക് സിദ്ധാന്തം ഇലക്ട്രോവീക് തിയറി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. കണികാ ഭൗതികശാസ്ത്രത്തിലെ ഒരു സുപ്രധാന മുന്നേറ്റമായിരുന്നു ഇത്. ജഡത്വ നിയമം ആവിഷ്കരിച്ചതിന്റെ ബഹുമതി ആർക്കാണ്? ഗലീലിയോ ഗലീലി. ജഡത്വ നിയമം ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നതുവരെ ഒരു വസ്തു അതിന്റെ ചലനാവസ്ഥയിൽ തുടരുമെന്ന് ഇത് പറയുന്നു. ന്യൂട്ടന്റെ 1-ാം ചലന നിയമത്തിന് ഇത് ഒരു അടിത്തറയായി വർത്തിക്കുന്നു. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം മുന്നോട്ടുവെച്ചത് ആര്? ക്രിസ്ത്യൻ ഹൈജൻസ്. പ്രകാശം തരംഗങ്ങളായി സഞ്ചരിക്കുന്നുവെന്ന് ക്രിസ്ത്യൻ ഹൈജൻസ് 17-ാം നൂറ്റാണ്ടിൽ പ്രസ്താവിച്ചു. പ്രകാശത്തിന്റെ പ്രതിഫലനം, അപവർത്തനം തുടങ്ങിയ പ്രതിഭാസങ്ങളെ ഈ സിദ്ധാന്തം വിശദീകരിച്ചു. പിന്നീട് ഇത് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ വികാസത്തിന് വഴിതെളിയിച്ചു. സാർവത്രിക ഗുരുത്വാകർഷണ നിയമവും ചലന നിയമങ്ങളും ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ തന്റെ ഫിലോസഫിയെ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിൽ ഗുരുത്വാകർഷണ നിയമവും 3 ചലന നിയമങ്ങളും വിശദീകരിച്ചു. ക്ലാസിക്കൽ മെക്കാനിക്സിന് ഇത് ഒരു അടിസ്ഥാന ശിലയായി മാറി. വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്?
മൈക്കിൾ ഫാരഡേ. 19-ാം നൂറ്റാണ്ടിൽ മൈക്കിൾ ഫാരഡേ വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ നിയമങ്ങൾ കണ്ടെത്തി. ഈ കണ്ടുപിടിത്തം ജനറേറ്ററുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമായി വർത്തിക്കുന്നു. വൈദ്യുതി ഉത്പാദനത്തിൽ ഇത് നിർണായകമാണ്. പ്രകാശത്തെയും വൈദ്യുതകാന്തിക തരംഗങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് വൈദ്യുതകാന്തിക വികിരണ സിദ്ധാന്തം വികസിപ്പിച്ചത് ആര്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തന്റെ സമവാക്യങ്ങളിലൂടെ വൈദ്യുതി, കാന്തികത, പ്രകാശം എന്നിവയെ ഒരുമിപ്പിച്ചു. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും റേഡിയോ തരംഗങ്ങളുടെ പ്രവചനത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ അസ്തിത്വം പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിച്ചത് ആര്? ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ്. 1887-ൽ ഹെൻറിച്ച് ഹെർട്സ് മാക്സ്വെല്ലിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. റേഡിയോ പ്രക്ഷേപണത്തിന്റെയും വയർലെസ് ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനമിട്ട ഈ കണ്ടുപിടിത്തം ആധുനിക സാങ്കേതികവിദ്യയ്ക്ക് നിർണായക സംഭാവന നൽകി. റേഡിയോ, മൈക്രോവേവ് ഓപ്റ്റിക്സ് ഗവേഷണത്തിന് തുടക്കം കുറിക്കുകയും ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിക്കുകയും ചെയ്തത് ആര്? ജഗദീഷ് ചന്ദ്ര ബോസ്. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്ര ബോസ് വയർലെസ് ആശയവിനിമയ സാങ്കേതികവിദ്യയ്ക്ക് നിർണായക സംഭാവനകൾ നൽകി. ക്രെസ്കോഗ്രാഫ് എന്നത് സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് അദ്ദേഹം ഈ ഉപകരണം ഉപയോഗിച്ച് തെളിയിച്ചു. റേഡിയം, പൊളോണിയം എന്നിവയുടെ കണ്ടുപിടിത്തത്തിനും സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള പഠനത്തിനും പേരുകേട്ടത് ആര്? മേരി സ്ക്ലോഡോവ്സ്ക ക്യൂറി. മേരി ക്യൂറി റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങൾ കണ്ടെത്തി. റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് അവർക്ക് ഭൗതികശാസ്ത്രത്തിലും പിന്നീട് രസതന്ത്രത്തിലും നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിതയും 2 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നോബൽ സമ്മാനം നേടിയ ഏക വ്യക്തിയുമാണ് അവർ. ഫോട്ടോ ഇലക്ട്രിക് തത്വവും ആപേക്ഷികതാ സിദ്ധാന്തവും വികസിപ്പിച്ചത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. പ്രകാശത്തിന്റെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കൂടാതെ ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ആപേക്ഷികതാ സിദ്ധാന്തവും അദ്ദേഹം ആവിഷ്കരിച്ചു. കോസ്മിക് രശ്മികൾ കണ്ടെത്തിയത് ആര്? വിക്ടർ ഫ്രാൻസിസ് ഹെസ്. 1912-ൽ വിക്ടർ ഫ്രാൻസിസ് ഹെസ് ഭൂമിയിലേക്ക് ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഉയർന്ന ഊർജ്ജമുള്ള കണികാ പ്രവാഹങ്ങളായ കോസ്മിക് രശ്മികൾ കണ്ടെത്തി. ഈ കണ്ടുപിടിത്തത്തിന് അദ്ദേഹത്തിന് 1936-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഹൈഡ്രോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? അന്റോയിൻ ബൗമെ. ഹൈഡ്രോമീറ്റർ ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ അന്റോയിൻ ബൗമെയാണ് ഇതിന്റെ കണ്ടുപിടിത്തത്തിനു പിന്നിൽ. വ്യാവസായിക മേഖലകളിലും ലബോറട്ടറികളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. മൈക്രോഫോൺ കണ്ടുപിടിച്ചത് ആര്? എമിൽ ബെർലിനർ. ശബ്ദതരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഇതിന്റെ ആധുനിക രൂപകൽപ്പനയ്ക്ക് എമിൽ ബെർലിനറെയാണ് അംഗീകരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ, റെക്കോർഡിംഗ്, സംപ്രേക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇതിന് നിർണായക പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ഗോബർ ഗ്യാസ് പ്ലാന്റ് സാങ്കേതികവിദ്യയുടെ വികസനത്തിന് ആർക്കാണ് അംഗീകാരം? എ.വി. ദേശായി. ഇന്ത്യയിൽ ജൈവവാതക സാങ്കേതികവിദ്യയുടെ വികാസത്തിൽ എ.വി. ദേശായിക്ക് പ്രധാന പങ്കുണ്ട്. കന്നുകാലി മാലിന്യങ്ങളിൽ നിന്ന് മീഥേൻ വാതകം ഉത്പാദിപ്പിക്കുന്ന ഈ സംവിധാനം ഗ്രാമീണ മേഖലകളിൽ പാചകത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും സഹായകമാണ്. ഇത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സിന് ഒരു മികച്ച ഉദാഹരണമാണ്. സെക്സ്റ്റന്റിന്റെ കണ്ടുപിടിത്തത്തിലോ ഗണ്യമായ മെച്ചപ്പെടുത്തലുകളിലോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോൺ കാംബെൽ. സെക്സ്റ്റന്റ് എന്നത് ഖഗോള വസ്തുക്കളും ഓയായിൽ ദൂരവും തമ്മിലുള്ള കോണീയ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നാവികരും വൈമാനികരും സ്ഥാനം നിർണ്ണയിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ആധുനിക രൂപകൽപ്പനയിൽ ജോൺ കാംബെല്ലിന്റെ സംഭാവനകൾ പ്രധാനമാണ്. ബൺസൺ ബർണർ കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് വിൽഹെം ബൺസൺ. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരുതരം വാതക ബർണറാണ് ബൺസൺ ബർണർ. ജർമ്മൻ രസതന്ത്രജ്ഞനായ റോബർട്ട് വിൽഹെം ബൺസനാണ് ഇത് കണ്ടുപിടിച്ചത്. ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ താപം നൽകുന്നതിന് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു.
ആധുനിക സീസ്മോമീറ്ററിന്റെ കണ്ടുപിടുത്തത്തിന് ആർക്കാണ് അംഗീകാരം? ജോൺ മിൽനെ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ചലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോമീറ്റർ. ഭൂകമ്പ പഠനത്തിൽ ഇത് നിർണായകമാണ്. ആധുനിക സീസ്മോമീറ്റർ രൂപകൽപ്പന ചെയ്തതിൽ ജോൺ മിൽനെയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? ലൂയിജി പാൽമിയേരി. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുകയും അളക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ ലൂയിജി പാൽമിയേരിയാണ് ഇതിന്റെ ആദ്യകാല രൂപങ്ങളിൽ ഒന്ന് കണ്ടുപിടിച്ചത്. ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തുന്നതിനും അവയുടെ തീവ്രത നിർണ്ണയിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ടെലിപ്രിന്റർ കണ്ടുപിടിച്ചത് ആരെല്ലാം? എമിൽ ബോഡോയും സാമുവൽ മോൾസും. ടെലിപ്രിന്റർ എന്നത് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൈപ്പ് ചെയ്ത സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും സഹായിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണമാണ്. ആശയവിനിമയ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. എമിൽ ബോഡോ, സാമുവൽ മോൾസ് എന്നിവർക്ക് ഇതിന്റെ കണ്ടുപിടുത്തത്തിൽ പ്രധാന പങ്കുണ്ട്. ട്രാൻസ്ഫോർമർ കണ്ടുപിടിച്ചത് ആര്? മൈക്കിൾ ഫാരഡേ. വൈദ്യുത പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്ന ഒരു സ്റ്റാറ്റിക് വൈദ്യുത ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. ഇത് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നു. മൈക്കിൾ ഫാരഡേയുടെ വൈദ്യുതകാന്തിക ഇൻഡക്ഷനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളാണ് ട്രാൻസ്ഫോർമറിന്റെ അടിസ്ഥാനം. എയർ ബ്രേക്ക് കണ്ടുപിടിച്ചത് ആര്? ജോർജ് വെസ്റ്റിംഗ്ഹൌസ്. റെയിൽവേ ഗതാഗതത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് എയർ ബ്രേക്ക്. അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ ജോർജ് വെസ്റ്റിംഗ്ഹൌസാണ് ഇത് വികസിപ്പിച്ചത്. റെയിൽവേയുടെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് ഒരു പ്രധാന പങ്കുണ്ട്. ഹോളോഗ്രഫി കണ്ടുപിടിച്ചത് ആര്? ഡെന്നിസ് ഗാബോർ. ഹോളോഗ്രഫി എന്ന ത്രിമാന ചിത്രീകരണ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ഡെന്നിസ് ഗാബോർ ആണ്. 1947 ഇദ്ദേഹം ഈ കണ്ടെത്തൽ നടത്തി. ഈ നേട്ടത്തിന് 1971 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സേഫ്റ്റി എലിവേറ്റർ ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ആര്? എലിഷ ഗ്രേവ്സ് ഓട്ടിസ്. സുരക്ഷിതമായ എലിവേറ്റർ കണ്ടുപിടിച്ച് കെട്ടിടങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത് എലിഷ ഗ്രേവ്സ് ഓട്ടിസ് ആണ്. 1853 ഇദ്ദേഹം തന്റെ സുരക്ഷാ ബ്രേക്ക് സംവിധാനം അവതരിപ്പിച്ചു. ഇത് ലിഫ്റ്റുകൾക്ക് വലിയ സ്വീകാര്യത നൽകി. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര്? ജോൺ ലോഗി ബെയർഡ്. ചലിക്കുന്ന ചിത്രങ്ങൾ ദൂരെ സ്ഥലങ്ങളിലേക്ക് പ്രക്ഷേപണം ചെയ്യാനുള്ള ഉപകരണം, അതായത് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബെയർഡ് ആണ്. 1926 ഇദ്ദേഹം ആദ്യത്തെ പൊതു ടെലിവിഷൻ പ്രദർശനം നടത്തി. ആധുനിക ആശയവിനിമയ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലൈൻ കണ്ടുപിടിച്ചത് ആര്? ബ്ലെസ് പാസ്കൽ. ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററായ പാസ്കലൈൻ വികസിപ്പിച്ചത് പ്രശസ്ത ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ബ്ലെസ് പാസ്കലാണ്. 1642 തന്റെ പിതാവിനെ സഹായിക്കാനാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടറുകളുടെ വികാസത്തിൽ ഇതൊരു പ്രധാന ചുവടുവയ്പായിരുന്നു. ആധുനിക ഡയാലിസിസിന് വഴിയൊരുക്കിയ ആദ്യത്തെ കൃത്രിമവൃക്ക യന്ത്രം വികസിപ്പിച്ചത് ആര്? വില്ലെം ജോഹാൻ കോൾഫ്. ആധുനിക ഡയാലിസിസ് ചികിത്സയ്ക്ക് അടിസ്ഥാനമിട്ട ആദ്യത്തെ കൃത്രിമവൃക്ക യന്ത്രം വികസിപ്പിച്ചത് ഡച്ച് വൈദ്യനായ വില്ലെം ജോഹാൻ കോൾഫ് ആണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1943 അദ്ദേഹം ഇത് വിജയകരമായി പ്രായോഗികമാക്കി. വൃക്കരോഗികളെ ചികിത്സിക്കുന്നതിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹൃദയ ശ്വാസകോശയന്ത്രം ഹാർട്ട് ലങ് മെഷീൻ കണ്ടുപിടിച്ചത് ആര്? ജോൺ ഹേഷാം ഗിബ്ബൺ ജൂനിയർ. ഹൃദയ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ സഹായിച്ച ഹൃദയ ശ്വാസകോശയന്ത്രം കണ്ടുപിടിച്ചത് അമേരിക്കൻ സർജൻ ജോൺ ഹേഷാം ഗിബ്ബൺ ജൂനിയർ ആണ്. 1953 അദ്ദേഹം ആദ്യമായി ഇത് വിജയകരമായി ഉപയോഗിച്ചു. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ വികാസത്തിൽ ഇത് ഒരു നിർണായക പങ്ക് വഹിച്ചു. ഒരു സ്റ്റീം എഞ്ചിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങൾ ഏവ? താപഗതിശാസ്ത്ര നിയമങ്ങൾ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. താപഗതിശാസ്ത്ര നിയമങ്ങളാണ് സ്റ്റീം എഞ്ചിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. താപ ഊർജ്ജത്തെ യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സ്റ്റീം എഞ്ചിനിൽ നടക്കുന്നത്. ഈ നിയമങ്ങൾ ഊർജ്ജ സംരക്ഷണത്തെയും താപത്തിന്റെ ഒഴുക്കിനെയും കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ നൽകുന്നു.
ആണവ റിയാക്ടറിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭൗതിക പ്രക്രിയ ഏതാണ്? നിയന്ത്രിത ആണവ വിഘടനം, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ആണവ റിയാക്ടറുകളിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് നിയന്ത്രിത ആണവ വിഘടനം. ഇതിൽ ഒരു വലിയ അണുകേന്ദ്രം രണ്ടോ അതിലധികമോ ചെറിയ ഭാഗങ്ങളായി പിളർന്ന് വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടും. ഈ ഊർജ്ജം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. റേഡിയോ, ടെലിവിഷൻ സാങ്കേതികവിദ്യകളിൽ വിവരങ്ങൾ കൈമാറാനും സ്വീകരിക്കാനും സഹായിക്കുന്ന ഭൗതിക തത്വം എന്താണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഉത്പാദനം, പ്രക്ഷേപണം, കണ്ടെത്തൽ. റേഡിയോ, ടെലിവിഷൻ സാങ്കേതികവിദ്യകളുടെ അടിസ്ഥാനം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾ വായുവിലൂടെയോ ശൂന്യതയിലൂടെയോ വിവരങ്ങൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. ഈ തരംഗങ്ങൾ ഉത്പാദിപ്പിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആശയവിനിമയം സാധ്യമാകുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന തത്വം എന്താണ്? ബൈനറി കോഡിനെ അടിസ്ഥാനമാക്കിയുള്ള ലോജിക്കൽ പ്രവർത്തനങ്ങൾ. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ ബൈനറി കോഡിനെ അടിസ്ഥാനമാക്കിയുള്ള ലോജിക്കൽ പ്രവർത്തനങ്ങളിലാണ് നടക്കുന്നത്. 0 ഓഫ് അല്ലെങ്കിൽ 1 ഓൺ എന്നീ രണ്ട് അവസ്ഥകൾ ഉപയോഗിച്ച് വിവരങ്ങൾ സൂക്ഷിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ലേസറിൽ തീവ്രവും ഏകതാനവുമായ പ്രകാശം ഉത്പാദിപ്പിക്കുന്ന തത്വം എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ വഴിയുള്ള പ്രകാശവർദ്ധന, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ എന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ്. പ്രകാശത്തെ ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിൽ തീവ്രവും ഏകതാനവുമാക്കി മാറ്റുന്ന ഒരു സാങ്കേതികവിദ്യയാണിത്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ, വ്യവസായം, വൈദ്യശാസ്ത്രം, ആശയവിനിമയം തുടങ്ങിയ നിരവധി മേഖലകളിൽ ലേസർ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. റോക്കറ്റ് പ്രൊപ്പൽഷന്റെ അടിസ്ഥാന തത്വം ന്യൂട്ടന്റെ ഏത് ചലനനിയമമാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം, പ്രവർത്തന പ്രതിപ്രവർത്തന നിയമം. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമനുസരിച്ച് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടായിരിക്കും. റോക്കറ്റ് മുന്നോട്ട് കുതിക്കാൻ പിന്നിലേക്ക് വാതകങ്ങളെ അതിശക്തമായി പുറന്തള്ളുന്നു. ഈ പ്രവർത്തനത്തിന്റെ പ്രതിപ്രവർത്തനമാണ് റോക്കറ്റിന് മുന്നോട്ട് തള്ളാനുള്ള ശക്തി നൽകുന്നത്. ഇത് ബഹിരാകാശയാത്രയുടെ അടിസ്ഥാന തത്വമാണ്. ഒരു ഇലക്ട്രിക് ജനറേറ്ററിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ ശാസ്ത്രീയ നിയമങ്ങൾ ഏവയാണ്? ഫാരഡെയുടെ വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ നിയമങ്ങൾ. ഒരു ഇലക്ട്രിക് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് ഫാരഡെയുടെ വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കാന്തികക്ഷേത്രത്തിൽ ഒരു ചാലകം ചലിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഈ നിയമങ്ങളുടെ കാതൽ. യന്ത്രോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിന് ഈ തത്വം ഉപയോഗിക്കുന്നു. ജലവൈദ്യുത ഉത്പാദനത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജ പരിവർത്തന പ്രക്രിയ ഏതാണ്? ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ജലവൈദ്യുത പദ്ധതികളിൽ ഉയർന്ന പ്രദേശത്ത് സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം ആദ്യം ഗതികോർജ്ജമായും പിന്നീട് ടർബൈനുകൾ കറങ്ങുമ്പോൾ യാന്ത്രികോർജ്ജമായും മാറുന്നു. ഈ യാന്ത്രികോർജ്ജത്തെ ജനറേറ്ററുകൾ ഉപയോഗിച്ച് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ സ്രോതസ്സാണിത്. ഒരു വിമാനത്തിന്റെ ചിറകുകൾക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള ശക്തി, ലിഫ്റ്റ്, നൽകുന്നതിന് പിന്നിലെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് തത്വം ഏതാണ്? ബെർണൂളിയുടെ തത്വം. ബെർണൂളിയുടെ തത്വമനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെയോ വാതകത്തിന്റെയോ വേഗത കൂടുമ്പോൾ അതിന്റെ മർദ്ദം കുറയും. വിമാനത്തിന്റെ ചിറകുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചിറകിന് മുകളിലൂടെയുള്ള വായുവിന്റെ വേഗത താഴെയുള്ളതിനേക്കാൾ കൂടുതലായിരിക്കത്തക്ക രീതിയിലാണ്. ഇത് മുകളിലെ മർദ്ദം കുറയ്ക്കുകയും ചിറകിന് മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ബലം നൽകുകയും ചെയ്യുന്നു. ഒരു കണിക ആക്സിലറേറ്ററിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വം എന്താണ്? വൈദ്യുത കാന്തികക്ഷേത്രങ്ങളിലെ ചാർജ് ചെയ്ത കണികകളുടെ ചലനം. കണിക ആക്സിലറേറ്ററുകൾ ചാർജ് ചെയ്ത കണികകളെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ പോലുള്ളവ വളരെ ഉയർന്ന വേഗതയിലേക്ക് ത്വരിതപ്പെടുത്താൻ വൈദ്യുത കാന്തികക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഈ കണികകളെ കൂട്ടിയിടിപ്പിച്ച് ഉപാറ്റോമിക കണങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ചും പഠിക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. ഭൗതികശാസ്ത്ര ഗവേഷണങ്ങളിൽ ഇവ നിർണായക പങ്കുവഹിക്കുന്നു. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ ക്വാണ്ടം മെക്കാനിക്കൽ തത്വം എന്താണ്? ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം.
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം ഉപയോഗിച്ച് വളരെ ചെറിയ വസ്തുക്കളെപ്പോലും വലിയ വലുപ്പത്തിൽ കാണാൻ സഹായിക്കുന്നു. പ്രകാശ മൈക്രോസ്കോപ്പുകളെക്കാൾ വളരെ ഉയർന്ന റെസല്യൂഷൻ ഇവ നൽകുന്നു, കാരണം ഇലക്ട്രോണുകൾക്ക് പ്രകാശത്തേക്കാൾ വളരെ കുറഞ്ഞ തരംഗദൈർഘ്യമുണ്ട്. ഇത് ജീവശാസ്ത്രം, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ ഒരു സോളാർ സെൽ ഉപയോഗിക്കുന്ന ഭൗതിക പ്രഭാവം എന്താണ്? ഫോട്ടോവോൾട്ടായിക് പ്രഭാവം. ഒരു സോളാർ സെൽ, സൗര സെൽ, പ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്നത് ഫോട്ടോവോൾട്ടായിക് പ്രഭാവം വഴിയാണ്. ഫോട്ടോണുകൾ ഒരു അർദ്ധചാലക വസ്തുവിൽ പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ സ്വതന്ത്രമാവുകയും ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ ഉത്പാദനത്തിനുള്ള ഒരു പ്രധാന മാർഗമാണിത്. ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലസ്കോപ്പിന്റെ GMRT പ്രാഥമിക ധർമ്മം എന്താണ്? കോസ്മിക് റേഡിയോ തരംഗങ്ങളെ കണ്ടെത്തുക. ഇന്ത്യയിലെ പുണെയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലസ്കോപ്പ് GMRT ലോകത്തിലെ ഏറ്റവും വലിയ ലോ ഫ്രീക്വൻസി റേഡിയോ ടെലസ്കോപ്പുകളിൽ ഒന്നാണ്. വിദൂര ഗാലക്സികൾ, പൾസാറുകൾ, കോസ്മിക് മേഘങ്ങൾ എന്നിവയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ ഗവേഷണത്തിൽ ഇത് നിർണായക വിവരങ്ങൾ നൽകുന്നു. ആർക്ക് ലാമ്പ് കണ്ടുപിടിച്ചത് ആരാണ്, എപ്പോഴാണ്? ഹംഫ്രി ഡേവി 1809 ആർക്ക് ലാമ്പ് 1809 ഹംഫ്രി ഡേവി കണ്ടുപിടിച്ച ഒരു തരം ഇലക്ട്രിക് ലാമ്പാണ്. ഉയർന്ന തീവ്രതയുള്ള പ്രകാശം ഉത്പാദിപ്പിക്കുന്ന ഇതിനെ ആദ്യകാല വൈദ്യുത വിളക്കുകളിൽ ഒന്നായി കണക്കാക്കുന്നു. പിന്നീട് എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡസെന്റ് ബൾബിന് വഴിയൊരുക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആധുനിക എയർ കണ്ടീഷണർ കണ്ടുപിടിച്ചത് ആരാണ്, എപ്പോഴാണ്? വില്ലിസ് ഹാവി ലാൻഡ് കാരിയർ 1902 1902 വില്ലിസ് ഹാവി ലാൻഡ് കാരിയർ ആധുനിക എയർ കണ്ടീഷണർ കണ്ടുപിടിച്ചു. ഇത് വ്യവസായങ്ങൾക്കും താമസസ്ഥലങ്ങൾക്കും ഒരുപോലെ തണുപ്പ് നൽകി സാങ്കേതിക വിപ്ലവത്തിന് വഴിയൊരുക്കി. ഈ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് അടിത്തറയിട്ടു. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്, ഏതു വർഷമാണ്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി 1644 1644 ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ചു. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഈ ഉപകരണം കാലാവസ്ഥാ പ്രവചനത്തിനും ഭൗതികശാസ്ത്ര പഠനത്തിനും നിർണായക സംഭാവനകൾ നൽകി. ടോറിസെല്ലിയുടെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്ത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ക്രോണോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്, അതിന്റെ പ്രധാന ഉപയോഗം എന്തായിരുന്നു? ജോൺ ഹാരിസൺ 1735 പ്രധാനമായും കടലിൽ രേഖാംശം നിർണയിച്ച് കപ്പൽ യാത്ര സുഗമമാക്കാൻ. 1735 ജോൺ ഹാരിസൺ ക്രോണോമീറ്റർ കണ്ടുപിടിച്ചു. കടലിൽ കപ്പലിന്റെ രേഖാംശം, ലോംഗിറ്റ്യൂഡ് കൃത്യമായി നിർണയിക്കുന്നതിലൂടെ നാവികയാത്ര കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ കണ്ടുപിടുത്തം നാവിക ചരിത്രത്തിലെ ഒരു നിർണായക മുന്നേറ്റമായിരുന്നു. സൈക്ലോട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, എപ്പോഴാണ്? ഏണസ്റ്റ് ഓർലാൻഡോ ലോറൻസ് 1929 1929 ഏണസ്റ്റ് ഓർലാൻഡോ ലോറൻസ് സൈക്ലോട്രോൺ കണ്ടുപിടിച്ചു. ഉയർന്ന ഊർജ്ജമുള്ള കണികകളെ ത്വരിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണം ആണവ ഭൗതികശാസ്ത്ര ഗവേഷണത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. റേഡിയോ ഐസോഡോപ്പുകൾ ഉത്പാദിപ്പിക്കുന്നതിനും അർബുദ ചികിത്സയ്ക്കും ഇത് സഹായകമായി. ആൾട്ടിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വസ്തുവിന്റെ ഉയരം അല്ലെങ്കിൽ സമുദ്രനിരപ്പ് അല്ലെങ്കിൽ ഭൗമോപരിതലം പോലുള്ള ഒരു നിശ്ചിത തലത്തിൽ നിന്നുള്ള ഉന്നതി അളക്കാൻ ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. ആൾട്ടിമീറ്റർ ഒരു നിശ്ചിത തലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ ഉയരം അല്ലെങ്കിൽ ഉന്നതി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വിമാനങ്ങളിലും പർവ്വതാരോഹണത്തിലും ഇത് പ്രധാനമാണ്, കാരണം ഇത് സമുദ്രനിരപ്പിൽ നിന്നോ ഗ്രൗണ്ട് ലെവലിൽ നിന്നോ ഉള്ള കൃത്യമായ ഉയരം സൂചിപ്പിക്കുന്നു. നാവിഗേഷനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഇതിന് പ്രാധാന്യമുണ്ട്. അമീറ്ററിന്റെ ധർമ്മം എന്താണ്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അമീറ്റർ. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ ശക്തി അളക്കാൻ അമീറ്റർ ഉപയോഗിക്കുന്നു. സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം ആംപിയറിലാണ് ആംപിയർ രേഖപ്പെടുത്തുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഇലക്ട്രോണിക്സിലും അമീറ്ററുകൾക്ക് നിർണായക പങ്കുണ്ട്. വായുവിന്റെ വേഗതയും ദിശയും അളക്കാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്?
അനിമോമീറ്റർ. വായുവിന്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാലാവസ്ഥാ നിരീക്ഷണം, കാറ്റാടിപ്പാടങ്ങളുടെ രൂപകൽപ്പന, വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ ഇത് വളരെ പ്രധാനമാണ്. കാറ്റിന്റെ ശക്തിയും ഗതിയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഓഡിയോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേൾവിശക്തിയുടെ തീവ്രത അളക്കാൻ ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നു. കേൾവിശക്തിയുടെ തീവ്രതയും ശ്രവണശേഷിയും അളക്കാൻ ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നു. ഇത് ശ്രവണ വൈകല്യങ്ങൾ കണ്ടെത്താനും കേൾവി പരിശോധന നടത്താനും സഹായിക്കുന്നു. ഓഡിയോളജി മേഖലയിൽ ഒരു പ്രധാന ഉപകരണമാണിത്. ബൈനോക്കുലറുകളുടെ ഉദ്ദേശ്യം എന്താണ്? വിദൂര വസ്തുക്കളെ വലുതാക്കിയും ത്രിമാന രൂപത്തിലും കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഉപകരണമാണ് ബൈനോക്കുലർ. വിദൂര വസ്തുക്കളെ കൂടുതൽ വ്യക്തവും വലുതുമായി കാണാൻ ബൈനോക്കുലറുകൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ട് കണ്ണുകൾക്കും ഒരേ സമയം ഒരുമിച്ച് കാഴ്ച നൽകുകയും ത്രിമാന ചിത്രങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്നു. പക്ഷി നിരീക്ഷണം, നാവിഗേഷൻ, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ബൈനോക്കുലറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ബാരോഗ്രാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം സമയത്തിനനുസരിച്ച് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബാരോഗ്രാഫ്. അന്തരീക്ഷമർദ്ദത്തിലെ മാറ്റങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബാരോഗ്രാഫ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും കപ്പലുകളിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു ബാരോഗ്രാഫ് നൽകുന്ന വിവരങ്ങൾ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് സഹായകമാണ്. സസ്യങ്ങളുടെ വളർച്ച രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് സസ്യങ്ങളുടെ അതിസൂക്ഷ്മമായ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. 1900 തുടക്കത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്രബോസാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് സസ്യങ്ങളുടെ ഫിസിയോളജിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നിർണായകമാണ്. ഒരു ക്രോണോമീറ്ററിന്റെ പ്രാഥമിക ഉപയോഗം എന്താണ്, പ്രത്യേകിച്ച് സമുദ്രസഞ്ചാരത്തിൽ? വളരെ കൃത്യമായ സമയം അളക്കാനും നിലനിർത്താനും, പ്രധാനമായും കടലിൽ രേഖാംശം ലോംഗിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്രോണോമീറ്റർ വളരെ കൃത്യമായ ഒരു ടൈംപീസാണ്. ഇത് ആദ്യമായി ജോൺ ഹാരിസൺ നിർമ്മിച്ചു. സമുദ്രത്തിലെ നാവിഗേഷനിൽ കപ്പലിന്റെ രേഖാംശം കൃത്യമായി കണക്കാക്കാൻ ഇത് അത്യാവശ്യമാണ്. കാരണം ഓരോ 15 ഡിഗ്രി രേഖാംശത്തിനും 1 മണിക്കൂർ സമയവ്യത്യാസം വരും. കാലിപ്പറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാലിപ്പറുകൾ ഒരു വസ്തുവിന്റെ രണ്ട് എതിർവശങ്ങൾ തമ്മിലുള്ള ദൂരം കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ബാഹ്യ അളവുകൾ, ആന്തരിക അളവുകൾ, ആഴം എന്നിവ ഉൾപ്പെടുന്നു. കാലിപ്പറുകൾ എഞ്ചിനീയറിംഗിലും മെക്കാനിക്കൽ ജോലികളിലും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു അളവ് ഉപകരണമാണ്. വെർനിയർ കാലിപ്പർ, ഡിജിറ്റൽ കാലിപ്പർ എന്നിങ്ങനെ പലതരം കാലിപ്പറുകൾ ലഭ്യമാണ്. കൃത്യമായ നിർമ്മാണത്തിനും ഗുണനിലവാര നിയന്ത്രണത്തിനും ഇവ സഹായകമാണ്. ഒരു ഡിപ് സർക്കിൾ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തെ മാഗ്നറ്റിക് ഡിപ് കോൺ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അളക്കാൻ ഡിപ് സർക്കിൾ ഉപയോഗിക്കുന്നു. ഭൂമിയുടെ കാന്തികക്ഷേത്രം ഭൂമിയുടെ ഉപരിതലവുമായി ഉണ്ടാക്കുന്ന കോണാണ് മാഗ്നറ്റിക് ഡിപ് കോൺ. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളിൽ മാഗ്നറ്റിക് പോൾസ് ഇത് 90 ഡിഗ്രിയും ഭൂമധ്യരേഖയിൽ മാഗ്നറ്റിക് ഈക്വേറ്റർ 0 ഡിഗ്രിയുമാണ്. കാന്തികക്ഷേത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു. ഒരു ഡൈനാമോയുടെ ധർമ്മം എന്താണ്? ഒരു ഡൈനാമോ എന്നത് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് ഡയറക്ട് കറന്റ് DC ഉത്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററാണ്. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ധർമ്മം. 1832 ഹിപ്പോലൈറ്റ് പിഗസി ഒരു കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് ആദ്യത്തെ DC ഡൈനാമോ നിർമ്മിച്ചു. സൈക്കിളുകളിലെ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ചെറിയ തോതിലുള്ള വൈദ്യുതി ഉത്പാദനത്തിനും ഡൈനാമോകൾ ഉപയോഗിക്കുന്നു. വലിയ തോതിലുള്ള വൈദ്യുതി ഉത്പാദനത്തിന് ആൾട്ടർനേറ്ററുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഒരു എപ്പിഡിയാസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സുതാര്യമായ സ്ലൈഡുകളും മാജിക് ലാന്റേൺ പോലെ അതാര്യമായ വസ്തുക്കളോ ചിത്രങ്ങളോ ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ പ്രൊജക്ടറാണ് എപ്പിഡിയാസ്കോപ്പ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മീറ്റിംഗുകളിലും മറ്റും ചിത്രങ്ങളും രേഖകളും വലിയ സ്ക്രീനിൽ കാണിക്കാൻ എപ്പിഡിയാസ്കോപ്പ് ഒരു കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആധുനിക ഡിജിറ്റൽ പ്രൊജക്ടറുകളുടെ വരവോടെ ഇവയുടെ ഉപയോഗം കുറഞ്ഞു. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫാതോമീറ്റർ. ഫാതോമീറ്റർ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കടലിന്റെ ആഴം അളക്കുന്ന ഒരു സോണാർ ഉപകരണമാണ്.
ശബ്ദം പുറപ്പെടുവിച്ച് അത് അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരാനെടുക്കുന്ന സമയം കണക്കാക്കിയാണ് ആഴം നിർണ്ണയിക്കുന്നത്. ഫാത്തം എന്നത് ആഴം അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു ഫാത്തം ഏകദേശം 6 അടിക്ക് തുല്യമാണ്. ഒരു ഗാൽവനോമീറ്ററിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ചെറിയ വൈദ്യുത പ്രവാഹങ്ങളുടെ സാന്നിധ്യം, ദിശ, അളവ് എന്നിവ കണ്ടെത്തുന്നതിനും സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ. മൈക്കൽ ഫാരഡെയും ആന്ദ്രേ മാരി ആംബിയറും ഗാൽവനോമീറ്ററിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. വോൾട്ട്മീറ്ററുകളുടെയും അമ്മീറ്ററുകളുടെയും നിർമ്മാണത്തിനുള്ള അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഗാൽവനോമീറ്റർ. ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്ററുകൾ സാധാരണയായി ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നു. ഒരു ഗീഗർ മുള്ളർ കൗണ്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽഫ, ബീറ്റ, ഗാമ കണികകൾ പോലുള്ള അയോണൈസിംഗ് വികിരണങ്ങളെ അയനൈസിംഗ് റേഡിയേഷൻ കണ്ടെത്താനും അളക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗീഗർ മുള്ളർ കൗണ്ടർ. 1908 ഹാൻസ് ഗീഗറാണ് ആദ്യത്തെ ഗീഗർ കൗണ്ടർ കണ്ടുപിടിച്ചത്. പിന്നീട് 1928 വാൾട്ടർ മുള്ളറുമായി ചേർന്ന് ഇത് പരിഷ്കരിച്ചു. ആണവ നിലയങ്ങളിലും ആണവ ഗവേഷണ കേന്ദ്രങ്ങളിലും റേഡിയേഷൻ അളക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. റേഡിയേഷന്റെ സാന്നിധ്യം ശബ്ദം മുഖേനയും ഇത് സൂചിപ്പിക്കുന്നു. ഒരു മാനോമീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? വാതകങ്ങളുടെയോ ദ്രാവകങ്ങളുടെയോ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാനോമീറ്റർ. സാധാരണയായി ഒരു ദ്രാവക സ്തംഭത്തെ മറ്റൊരു ദ്രാവകവുമായിട്ടോ അല്ലെങ്കിൽ ഒരു കാലിബ്രേറ്റ് ചെയ്ത സ്പ്രിംഗുമായിട്ടോ സന്തുലിതപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. യൂട്യൂബ് മാനോമീറ്ററുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇവ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയതോ കുറഞ്ഞതോ ആയ മർദ്ദം അളക്കാൻ സഹായിക്കുന്നു. വ്യവസായങ്ങളിലും ലബോറട്ടറികളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ബാരോമീറ്ററുകൾ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഒരു മൈക്രോഡോം എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്കായി വസ്തുക്കളുടെ അതീവ നേർത്ത കഷണങ്ങൾ, സെക്ഷനുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഡോം. മൈക്രോഡോം ഒരു ശാസ്ത്രീയ ഉപകരണമാണ്. ബയോളജിയിലും മെഡിസിനിലും ടിഷ്യൂ സാമ്പിളുകൾ വളരെ നേർത്ത കഷണങ്ങളായി മുറിച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. രോഗനിർണയത്തിനും ഗവേഷണത്തിനും ഈ ഉപകരണം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചക്രങ്ങളുള്ള ഒരു വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്ന ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓഡോമീറ്റർ. ഇത് സാധാരണയായി വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ കാണപ്പെടുന്നു. വാഹനത്തിന്റെ പ്രകടനവും മൈലേജും മനസ്സിലാക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ്. ഒരു പെരിസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നേരിട്ടുള്ള കാഴ്ചയിൽ ഇല്ലാത്ത വസ്തുക്കളെ സാധാരണയായി ഒളിഞ്ഞിരിക്കുന്ന സ്ഥാനത്തുനിന്ന് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഉപകരണമാണ് പെരിസ്കോപ്പ്. ഒരു പെരിസ്കോപ്പ് പ്രകാശത്തിന്റെ പ്രതിഫലനം എന്ന തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. പ്രധാനമായും അന്തർവാഹിനികളിലും കോട്ടകളിലും ഒളിഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ കണ്ണാടികളും പ്രിസങ്ങളും ലെൻസുകളും ഉൾപ്പെടുന്നു. ഒരു ഫോട്ടോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രകാശത്തിന്റെ തീവ്രത അല്ലെങ്കിൽ പ്രകാശമാനം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോട്ടോമീറ്റർ. പ്രകാശത്തിന്റെ തീവ്രത ശാസ്ത്രീയമായി അളക്കാൻ ഫോട്ടോമീറ്റർ ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രാഫി, ലൈറ്റിംഗ് ഡിസൈൻ, കൃഷിശാസ്ത്രം, പരിസ്ഥിതി പഠനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ഒരു നിശ്ചിത പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ അളവ് കൃത്യമായി നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു. വളരെ ഉയർന്ന താപനില അളക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണം ഏതാണ്? പൈറോമീറ്റർ. ലോഹശാസ്ത്രം, ഗ്ലാസ് നിർമ്മാണം, സെറാമിക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ചൂളകളിലെയും ഉരുകിയ ലോഹങ്ങളുടെയും താപനില അളക്കാൻ പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. താപനിലയുമായി ബന്ധപ്പെട്ട വികിരണത്തിന്റെ തീവ്രത അളക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉയർന്ന താപനിലയിൽ നേരിട്ട് സമ്പർക്കം പുലർത്താതെ അളവുകൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു റേഡിയോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വികിരണ പ്രവാഹം, വൈദ്യുതകാന്തിക വികിരണത്തിന്റെ ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റേഡിയോമീറ്റർ. വൈദ്യുതകാന്തിക വികിരണത്തിന്റെ ശക്തി അളക്കാൻ റേഡിയോമീറ്റർ ഉപയോഗിക്കുന്നു. ഇത് ഇൻഫ്രാറെഡ് മുതൽ അൾട്രാവയലറ്റ് വരെയുള്ള സ്പെക്ട്രത്തിലെ വികിരണങ്ങളെ അളക്കാൻ കഴിവുള്ളതാണ്. ബഹിരാകാശ പഠനങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം, വ്യാവസായിക പ്രക്രിയകൾ തുടങ്ങിയ നിരവധി ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിൽ ഇത് ഉപയോഗപ്രദമാണ്. ഭൂകമ്പങ്ങൾ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോമീറ്റർ.
ഭൂകമ്പത്തിന്റെ തീവ്രതയും ഭൂകമ്പ തരംഗങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോമീറ്റർ. ഇത് ഭൂകമ്പത്തിന്റെ ഉറവിടവും വ്യാപനവും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. സീസ്മോഗ്രാഫ് സീസ്മോമീറ്റർ രേഖപ്പെടുത്തിയ ഡാറ്റ ഗ്രാഫുകളായി രേഖപ്പെടുത്തുന്നു. ഒരു സെക്സ്റ്റന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കോണീയ ദൂരം, പ്രത്യേകിച്ച് ചക്രവാളത്തിനു മുകളിലുള്ള ഒരു ആകാശഗോളത്തിന്റെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെക്സ്റ്റന്റ്. നാവിഗേഷനിൽ ഒരു കപ്പലിന്റെയോ വിമാനത്തിന്റെയോ സ്ഥാനം നിർണ്ണയിക്കാൻ സെക്സ്റ്റന്റ് ഉപയോഗിക്കുന്നു. ഇത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ ആകാശഗോളങ്ങളെ നിരീക്ഷിച്ച് അവയുടെ ചക്രവാളത്തിൽ നിന്നുള്ള ഉയരം അളക്കുന്നു. കൃത്യമായ കോണീയ അളവുകൾ എടുക്കാൻ ഇത് സഹായകമാണ്. ധമനികളിലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം കൃത്യമായി അളക്കാൻ സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുന്നു. ഹൃദയാരോഗ്യം നിരീക്ഷിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള അവസ്ഥകൾ കണ്ടെത്താനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഒരു കഫ്, മർദ്ദം അളക്കുന്ന ഉപകരണം, സ്റ്റെതസ്കോപ്പ് എന്നിവയുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങൾ, പ്രധാനമായും ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഡോക്ടർമാർ രോഗികളുടെ ഹൃദയമിടിപ്പ്, ശ്വാസമെടുക്കുന്ന ശബ്ദം, കുടലിന്റെ ചലനം എന്നിവ ശ്രദ്ധിക്കാൻ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നു. ശരീരത്തിലെ ശബ്ദങ്ങൾ വർദ്ധിപ്പിച്ചു കേൾക്കാൻ സഹായിക്കുന്ന ഇത് രോഗനിർണയത്തിന് ഒരു പ്രധാന ഉപകരണമാണ്. റെനെ ലെനഗ് ആണ് 1816-ൽ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓസിലോഗ്രാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത, യാന്ത്രിക കമ്പനങ്ങൾ അല്ലെങ്കിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക അളവുകൾ കണ്ടെത്താനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓസിലോഗ്രാഫ്. ഓസിലോഗ്രാഫ്, അസിലോഗ്രാഫ് എന്നത് ഒരു സിഗ്നലിന്റെ തരംഗരൂപം ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഉപകരണമാണ്. വൈദ്യുത, യാന്ത്രിക കമ്പനങ്ങൾ, വോൾട്ടേജ്, കറന്റ് തുടങ്ങിയവയുടെ മാറ്റങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും ഇലക്ട്രോണിക്സ് മേഖലയിലും ഇതിന് പ്രാധാന്യമുണ്ട്. എയറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വായുവിന്റെയും മറ്റു വാതകങ്ങളുടെയും അല്ലെങ്കിൽ ചില ദ്രാവകങ്ങളുടെയും സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എയറോമീറ്റർ. എയറോമീറ്റർ പ്രധാനമായും വാതകങ്ങളുടെയും നേരിയ ദ്രാവകങ്ങളുടെയും സാന്ദ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ഫ്ലോട്ടിംഗ് ഉപകരണമാണിത്. ഇത് ബോയൻസി തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. വ്യാവസായിക, ശാസ്ത്രീയ മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുന്നു. സൗരവികിരണത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ആക്ടിനോമീറ്റർ സൗരവികിരണത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് പ്രധാനമായും കാലാവസ്ഥാ പഠനങ്ങളിലും കൃഷിയിലും സൗരോർജ്ജ ഗവേഷണത്തിലും പ്രയോജനകരമാണ്. വ്യത്യസ്ത തരം ആക്ടിനോമീറ്ററുകൾ ലഭ്യമാണ്. അവ അളക്കുന്ന രീതികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആക്സിലറോമീറ്റർ എന്താണ് അളക്കുന്നത്? ആക്സിലറോമീറ്റർ ഒരു വസ്തുവിന്റെ ത്വരണത്തെ, വേഗതയുടെ മാറ്റത്തിന്റെ നിരക്ക് അളക്കുന്ന ഉപകരണമാണ്. ഇത് ഒരു വസ്തുവിന്റെ സ്വന്തം മൂവിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിലെ യഥാർത്ഥ ത്വരണം അളക്കുന്നു. ആക്സിലറോമീറ്റർ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ത്വരണവും ആക്സിലറേഷൻ, അതിന്റെ സ്ഥാനത്തിലെ മാറ്റങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ, വാഹനങ്ങൾ, വിമാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഓറിയന്റേഷൻ കണ്ടെത്താനും വൈബ്രേഷൻ നിരീക്ഷിക്കാനും ഈ ഉപകരണം സഹായിക്കുന്നു. ഒരു ഇലക്ട്രിക് മോട്ടോറിലോ ജനറേറ്ററിലോ കമ്മ്യൂട്ടേറ്ററിന്റെ ധർമ്മം എന്താണ്? ഒരു DC മോട്ടോറിലോ ജനറേറ്ററിലോ റോട്ടർ വൈൻഡിംഗുകളിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ ക്രമാനുഗതമായി മാറ്റുന്ന ഒരു വൈദ്യുത സ്വിച്ചാണ് കമ്മ്യൂട്ടേറ്റർ. കൊമ്യൂട്ടേറ്റർ എന്നത് DC മോട്ടോറുകളുടെയും ജനറേറ്ററുകളുടെയും പ്രവർത്തനത്തിൽ ഒരു പ്രധാന ഘടകമാണ്. ഇത് റോട്ടറിലെ കറന്റിന്റെ ദിശ മാറ്റി മോട്ടോറിന് തുടർച്ചയായ കറക്കം നൽകാനും ജനറേറ്ററിൽ ഏകദിശാ പ്രവാഹം ഉത്പാദിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് യന്ത്രത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഒരു കോമ്പസ് സൂചിയുടെ പ്രധാന ഉപയോഗം എന്താണ്? ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി യോജിച്ച് കാന്തിക വടക്ക് ദിശ കാണിക്കുന്നതിനും ദിശ കണ്ടെത്താൻ സഹായിക്കുന്നതിനും ഒരു കോമ്പസിൽ ഉപയോഗിക്കുന്ന കാന്തികവൽക്കരിച്ച സൂചിയാണ് കോമ്പസ് സൂചി. കോമ്പസ് സൂചി, കമ്പസ് നീഡിൽ, ഒരു കാന്തമാണ്. ഇത് ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി പ്രതിപ്രവർത്തിച്ച് വടക്ക് തെക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് നാവിഗേഷനും ദിശാസൂചനയ്ക്കും ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണ്. കാന്തിക വടക്ക് ദിശയാണ് ഇത് കാണിക്കുന്നത്.
ഒരു ആന്തരിക ജ്വലന എഞ്ചിനിൽ കാർബ്യൂറേറ്ററിന്റെ ധർമ്മം എന്താണ്? ഒരു ആന്തരിക ജ്വലന എഞ്ചിനിൽ ഇന്ധനം ജ്വലിക്കുന്നതിനായി സിലിണ്ടറുകളിലേക്ക് എടുക്കുന്നതിനു മുൻപ് ആവശ്യമായ അളവിൽ വായുവിനെ പെട്രോളുമായി ഗ്യാസോലിൻ കൂട്ടിക്കലർത്തുന്ന ഒരു ഉപകരണമാണ് കാർബ്യൂറേറ്റർ. കാർബറേറ്റർ ആന്തരിക ജ്വലന എഞ്ചിനുകളിൽ കൃത്യമായ അനുപാതത്തിൽ വായുവും ഇന്ധനവും പെട്രോൾ കൂട്ടിക്കലർത്താൻ സഹായിക്കുന്നു. ഈ മിശ്രിതം എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് കടത്തിവിടുകയും അവിടെ വെച്ച് ജ്വലിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആധുനിക എഞ്ചിനുകളിൽ ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനം കാർബ്യൂറേറ്ററിന് പകരമായി ഉപയോഗിക്കുന്നു. കലോറിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു രാസപ്രവർത്തനത്തിലോ ഭൗതിക മാറ്റത്തിലോ ഉണ്ടാകുന്ന താപമാറ്റങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നതോ പുറത്തുവിടുന്നതോ ആയ താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. കാലറിമീറ്റർ ഒരു സിസ്റ്റത്തിലെ താപത്തിന്റെ കൈമാറ്റം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണ്. താപഗതിക പഠനങ്ങളിലും രാസപ്രവർത്തനങ്ങളിലെ താപ ഉൽപ്പാദനം, ആഗിരണം എന്നിവ മനസ്സിലാക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണത്തിലെ ഊർജ്ജം അളക്കാനും ഇത് ഉപയോഗിക്കുന്നു. കൈമോഗ്രാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? രക്തസമ്മർദ്ദം, പേശികളുടെ സങ്കോചങ്ങൾ, ഹൃദയമിടിപ്പ് തുടങ്ങിയ ശാരീരിക മാറ്റങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കൈമോഗ്രാഫ്. സാധാരണയായി കറങ്ങുന്ന ഡ്രമ്മിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. കെമഗ്രാഫ് പ്രധാനമായും ശരീരശാസ്ത്ര പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് പേശികളുടെ പ്രതികരണം, രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ, ശ്വാസമെടുപ്പ് നിരക്ക് എന്നിവ പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ ഗ്രാഫിക്കായി രേഖപ്പെടുത്തുന്നു. ഗവേഷണങ്ങളിലും പഠനങ്ങളിലും ഇത് വലിയ പങ്ക് വഹിക്കുന്നു. ഒരു ഗ്രാമഫോണിന്റെ ധർമ്മം എന്താണ്? ഒരു ഫ്ലാറ്റ് ഡിസ്ക് റെക്കോർഡിലെ കുഴികളായി രേഖപ്പെടുത്തിയ ശബ്ദം പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്രാമഫോൺ. ഗ്രാമഫോൺ അല്ലെങ്കിൽ ഫോണോഗ്രാഫ് ശബ്ദം രേഖപ്പെടുത്താനും പ്ലേ ചെയ്യാനും ഉപയോഗിച്ചിരുന്ന ഒരു ആദ്യകാല ഉപകരണമാണ്. എമിൽ ബെർലിനറാണ് ഫ്ലാറ്റ് ഡിസ്കുകൾ ഉപയോഗിക്കുന്ന ഗ്രാമഫോൺ കണ്ടുപിടിച്ചത്. ഇത് ശബ്ദരേഖപ്പെടുത്തൽ സാങ്കേതികവിദ്യയുടെ വികാസത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗ്രാവിമീറ്റർ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്രാവിമീറ്റർ. ഭൂമിയുടെ ഉപരിതലത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ പഠിക്കുന്നതിനും എണ്ണ, വാതക നിക്ഷേപങ്ങൾ, ഭൂഗർഭജലം തുടങ്ങിയവ കണ്ടെത്താനും ഇത് സഹായകമാണ്. സ്ഥാനത്തിരിക്കെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്നു. 1967 മെയ് 13 സ്ഥാനമേറ്റ അദ്ദേഹം 1969 മെയ് 3 സ്ഥാനത്തിരിക്കെ അന്തരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിരുന്നു. പാർലമെന്റ് സമ്മേളനത്തെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ചരൺ സിംഗ് ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1979 ജൂലൈ 28 മുതൽ 1980 ജനുവരി 14 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ ഒരു ദിവസം പോലും പാർലമെന്റ് സമ്മേളനത്തെ അഭിമുഖീകരിക്കാതെ രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യ ഫീൽഡ് മാർഷൽ ആരായിരുന്നു? സാം ഹോർമുസ്ജി ഫ്രാംജി ജംഷഡ്ജി മാനെക്ഷാ. സാം മാനെക്ഷാ ഇന്ത്യൻ കരസേനയുടെ 8ാമത്തെ മേധാവിയായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം 1973 അദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തി. ഈ സൈനിക പദവി വഹിക്കുന്ന ഏക വ്യക്തിയാണ് അദ്ദേഹം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആരായിരുന്നു? മിഹിർ സെൻ. 1958 മിഹിർ സെൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനായി മാറി. 5 ഭൂഖണ്ഡങ്ങളിലെ 7 കടലുകൾ നീന്തിക്കടന്ന ഒരേയൊരു പുരുഷൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. 1959 അദ്ദേഹത്തിന് പത്മശ്രീയും 1967 പത്മഭൂഷണും ലഭിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം ഇന്ത്യയിലെ സാഹിത്യരംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. 1965 ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിന് മലയാള കവിയായ ജി. ശങ്കരക്കുറുപ്പിനാണ് ഈ ബഹുമതി ആദ്യമായി ലഭിച്ചത്. ഇത് ഇന്ത്യൻ സാഹിത്യത്തിന് ഒരു പുതിയ അംഗീകാരം നൽകി.
ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ഗണേശ വാസുദേവ് മാവ്ലങ്കർ. ഗണേശ വാസുദേവ് മാവ്ലങ്കർ 1952 മുതൽ 1956 വരെ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തിൽ സ്പീക്കർ പദവിയുടെ അടിത്തറ പാകിയ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ദാദാസാഹേബ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ എയർ ചീഫ് മാർഷൽ ആരായിരുന്നു? സുബ്രതോ മുഖർജി. എയർ മാർഷൽ സുബ്രതോ മുഖർജി ഇന്ത്യൻ വ്യോമസേനയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത്. 1954-ൽ അദ്ദേഹം ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ എയർ ചീഫ് മാർഷലായി ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ നേതൃത്വം ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് വലിയ സംഭാവനകൾ നൽകി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 1947 മുതൽ 1958 വരെ ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലകൾ പാകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ആരായിരുന്നു? വല്ലഭായി ജവേർഭായി പട്ടേൽ. സർദാർ വല്ലഭായി പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു. ഒരു മികച്ച തത്വചിന്തകനും അധ്യാപകനുമായിരുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. രാഷ്ട്രപതി പദവിയിൽ വരുന്നതിനുമുമ്പ് അദ്ദേഹം അംബാസഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആരായിരുന്നു? വൈസ് അഡ്മിറൽ രാംദാസ് കട്ടാരി. വൈസ് അഡ്മിറൽ രാംദാസ് കട്ടാരി 1958 ഏപ്രിൽ 22 ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ചുമതലയേറ്റു. അതുവരെ ഈ പദവി വഹിച്ചിരുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ നവീകരണത്തിലും ആധുനികവൽക്കരണത്തിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ICJ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ നാഗേന്ദ്ര സിംഗ്. ഡോക്ടർ നാഗേന്ദ്ര സിംഗ് 1985 മുതൽ 1988 വരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഒരു ഇന്ത്യൻ പൗരൻ ഈ പദവിയിലെത്തുന്ന ആദ്യ സംഭവമായിരുന്നു ഇത്. അന്താരാഷ്ട്ര നിയമരംഗത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. പരമവീരചക്രം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? മേജർ സോംനാഥ് ശർമ്മ. മേജർ സോംനാഥ് ശർമ്മയ്ക്ക് 1947-ലെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലെ ധീരയ്ക്ക് മരണാനന്തര ബഹുമതിയായി പരമവീരചക്രം ലഭിച്ചു. ഇന്ത്യൻ സൈന്യത്തിലെ പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീരചക്രം. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച അദ്ദേഹത്തിന്റെ ധീരയ്ക്ക് നൽകിയ അംഗീകാരമായിരുന്നു ഇത്. രാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയ്ക്ക് 1958-ൽ സാമൂഹിക നേതൃത്വത്തിനുള്ള രാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചു. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്ന് അറിയപ്പെടുന്ന ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഭൂദാൻ പ്രസ്ഥാനത്തിലൂടെ ദശലക്ഷക്കണക്കിന് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിൽ വിനോബ ഭാവെ പ്രധാന പങ്കുവഹിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റ് ആരായിരുന്നു? ദീപ കർമാക്കർ 2014. ത്രിപുരയിൽ നിന്നുള്ള ദീപ കർമാക്കർ 2014-ലെ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയാണ് ചരിത്രം കുറിച്ചത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റാണ് ഇവർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ 2007 ജൂലൈ 25 മുതൽ 2012 ജൂലൈ 25 വരെ. പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഈ ഉന്നത ഭരണഘടനാ പദവി വഹിച്ച ആദ്യ വനിത കൂടിയാണ് അവർ.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവർ ആരായിരുന്നു? സുരേഖ യാദവ് 1988. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുരേഖ യാദവ് 1988-ൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറായി മാറി. വനിതാ ശാക്തീകരണത്തിന്റെ പ്രതീകമായി അവർ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആരായിരുന്നു? ദുർബ ബാനർജി 1956. 1956-ൽ ദുർബ ബാനർജി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റായി ചരിത്രം കുറിച്ചു. വ്യോമയാന വ്യവസായത്തിൽ വനിതകൾക്ക് പുതിയ വാതിലുകൾ തുറക്കാൻ ഇത് സഹായകമായി. ലെജിയോൺ ഓഫ് ഓണർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഡോക്ടർ ആശ പാണ്ഡെ 2010. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലെജിയോൺ ഓഫ് ഓണർ 2010-ൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ ആശ പാണ്ഡെ. ഇത് ഇന്തോ ഫ്രഞ്ച് സാംസ്കാരിക ബന്ധങ്ങൾക്കും വിദ്യാഭ്യാസ സംഭാവനകൾക്കുമുള്ള അംഗീകാരമാണ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരായിരുന്നു? ഹംപി കോനേരു 2001. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഹംപി കോനേരു 2001-ൽ 15 വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായിരുന്നു അന്ന് അവർ. 100% കാഴ്ച വൈകല്യമുള്ള ആദ്യ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആരാണ്? എൻ.എൽ. ബേനോ സെഫിൻ 2015. തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ.എൽ. ബേനോ സെഫിൻ 2015-ൽ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ 100% കാഴ്ച വൈകല്യമുള്ള ഉദ്യോഗസ്ഥയായി. ഇത് സിവിൽ സർവീസിലെ ഉൾക്കൊള്ളലിന്റെ ഒരു ഉദാഹരണമാണ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ വനിത ആരായിരുന്നു? ആശാപൂർണ ദേവി 1976. പ്രശസ്ത ബംഗാളി എഴുത്തുകാരിയായ ആശാപൂർണ ദേവി 1976-ൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ വനിതയായി. അവരുടെ പ്രഥം പ്രതിശ്രുതി എന്ന നോവലാണ് ഈ ബഹുമതിക്ക് അർഹമായത്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര്? ഇന്ദിരാഗാന്ധി 1971. ഭാരതരത്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. 1971-ൽ ഇന്ദിരാഗാന്ധി ഈ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ വഹിച്ച പ്രധാന പങ്ക് ഈ അംഗീകാരത്തിന് വഴിയൊരുക്കി. ലോകത്തിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വനിത ആര്? സന്തോഷ് യാദവ് ആദ്യമായി 1992-ലും രണ്ടാമതായി 1993-ലും. സന്തോഷ് യാദവ് ലോകത്തിൽ 2 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ്. 1992 മെയ് മാസത്തിലും പിന്നീട് 1993 മെയ് മാസത്തിലും അവർ എവറസ്റ്റ് കൊടുമുടിയിലെത്തി ഈ അപൂർവ നേട്ടം കൈവരിച്ചു. സാഹസിക യാത്രകളിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഇത് ഒരു വലിയ പ്രചോദനമായി. ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഫെർഡിനാൻഡ് മഗല്ലൻ. പോർച്ചുഗീസ് പര്യവേഷകനായ ഫെർഡിനാൻഡ് മഗല്ലൻ 1519-ൽ ആരംഭിച്ച പര്യവേഷണ സംഘമാണ് ആദ്യമായി ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത്. യാത്രക്കിടെ മഗല്ലൻ ഫിലിപ്പീൻസിൽ വെച്ച് കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഘത്തിലെ ചിലർ യാത്ര പൂർത്തിയാക്കി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ വനിത ആരായിരുന്നു? ജൻകോ താബെയ്, ജപ്പാൻ. ജാപ്പനീസ് പർവ്വതാരോഹകയായ ജൻകോ താബെയ് 1975 മെയ് 16-ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ഈ നേട്ടം കൈവരിച്ച ആദ്യ വനിതയായി. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ വനിത കൂടിയാണ് അവർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹറി അണക്കെട്ട്. തെഹറി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 260.5 മീറ്റർ ഉയരമുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നുമാണ്. വൈദ്യുതി ഉൽപ്പാദനം, ജലസേചനം, നഗര ജലവിതരണം എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ട് ഏതാണ്? ബക്ര അണക്കെട്ട്. പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അതിർത്തിയിൽ സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബക്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ടാണ്. 1963-ൽ ഉദ്ഘാടനം ചെയ്ത ഈ അണക്കെട്ട് 226 മീറ്റർ ഉയരമുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം, ജലസേചനം എന്നിവയിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലഞ്ച് വെള്ളച്ചാട്ടം ഏതാണ്? നോഹ്കലിഗായ് വെള്ളച്ചാട്ടം. മേഘാലയയിലെ ചിറാപുഞ്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നോഹ്കലിഗായ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലഞ്ച് വെള്ളച്ചാട്ടമാണ്. ഏകദേശം 340 മീറ്റർ 1115 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്ലഞ്ച് വെള്ളച്ചാട്ടം എന്നാൽ വെള്ളം നേരിട്ട് താഴേക്ക് പതിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? തോസെഗർ വെള്ളച്ചാട്ടം. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തോസെഗർ വെള്ളച്ചാട്ടം മഴക്കാലത്ത് പൂർണ്ണ ശക്തിയിൽ കാണപ്പെടുന്നു. വിവിധ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണിത്. അവയുടെ ആകർഷകമായ കാഴ്ച കാരണം ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? സോ ലാഹ്മോ തടാകം. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന സോ ലാഹ്മോ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5330 മീറ്റർ 17490 അടി ഉയരത്തിലാണ്. ടീസ്റ്റ നദിയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഒന്നായ ഈ തടാകം അതിന്റെ മനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് ഏതാണ്? ലേ മണാലി ഹൈവേ കാർദുംഗ്ല പാസ്. ലഡാക്കിലെ കാർദുംഗ്ല പാസ് ലേ മണാലി ഹൈവേയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ പാതകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള ഈ പാത സൈനിക നീക്കങ്ങൾക്കും ടൂറിസത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനി ഏതാണ്? സിയാച്ചിൻ ഹിമാനി. പൂർവാരാക്കോറും പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഹിമാനി ധ്രുവപ്രദേശങ്ങൾക്ക് പുറത്തുള്ള ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ഹിമാനിയാണ്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള തർക്കപ്രദേശമായ ഇവിടെ സൈനിക സാന്നിധ്യം വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം ഏതാണ്? കുശോക്ക് ബകുല റിംപോച്ചെ വിമാനത്താവളം. ലഡാക്കിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന കുശോക്ക് ബകുല റിംപോച്ചെ വിമാനത്താവളം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3256 മീറ്റർ 10682 അടി ഉയരത്തിലാണ്. സൈനിക ആവശ്യങ്ങൾക്കും ടൂറിസത്തിനും ഇത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? പിർ പഞ്ചാൽ റെയിൽവേ തുരങ്കം. ജമ്മു കശ്മീരിലെ പിർ പഞ്ചാൽ പർവ്വതനിരകളിലൂടെ കടന്നുപോകുന്ന ഈ തുരങ്കത്തിന് ഏകദേശം 11.215 കിലോമീറ്റർ 7 മൈൽ നീളമുണ്ട്. ബനിഹാൽ കാസിഗുണ്ട് റെയിൽവേ പാതയുടെ ഭാഗമായ ഇത് താഴ്വരയിലേക്കുള്ള യാത്രയെ ഗണ്യമായി എളുപ്പമാക്കി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് ഏകദേശം 1366.33 മീറ്റർ 4482.7 അടി നീളമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം ഏതാണ്? മറീന ബീച്ച്. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന മറീന ബീച്ച് ഏകദേശം 13 കിലോമീറ്റർ 8.1 മൈൽ നീളമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നഗര കടൽത്തീരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ദേശീയപാത 44 NH44. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത 44 ഏകദേശം 3745 കിലോമീറ്റർ 2327 മൈൽ നീളമുണ്ട്. ഇത് ഇന്ത്യയുടെ വടക്കുനിന്ന് തെക്കോട്ടുള്ള പ്രധാന ഗതാഗത ധമനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മജൂലി. ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന മജൂലി ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല നദീദ്വീപാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ട ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പോഷകനദി ഏതാണ്? യമുന നദി. യമുന നദി ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിലെ കാർഷിക, വ്യാവസായിക മേഖലകൾക്ക് ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? അങ്കോർ വാട്ട്.
കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർ വാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്ര സമുച്ചയമാണ്. 12ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രണ്ടാമൻ പണികഴിപ്പിച്ച ഇത് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ടാങ്കുല റെയിൽവേ സ്റ്റേഷൻ. ചൈനയിലെ ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കുല റെയിൽവേ സ്റ്റേഷൻ 5068 മീറ്റർ 16,627 അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ്. ക്വിൻഹായ് ടിബറ്റ് റെയിൽവേയുടെ ഭാഗമാണിത്. യാത്രക്കാരുടെ തിരക്ക് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷിൻജുഗു റെയിൽവേ സ്റ്റേഷൻ. ജപ്പാനിലെ ടോക്കിയോയിൽ സ്ഥിതി ചെയ്യുന്ന ഷിൻജുഗു റെയിൽവേ സ്റ്റേഷൻ പ്രതിദിനം ദശലക്ഷക്കണക്കിന് യാത്രക്കാരുമായി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്നു. ഗിന്നസ് ലോക റെക്കോർഡും ഇത് നേടിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. ന്യൂയോർക്ക് നഗരത്തിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ 44 പ്ലാറ്റ്ഫോമുകളും 67 ട്രാക്കുകളുമായി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു പ്രധാന ഗതാഗത കേന്ദ്രവും ചരിത്രപരമായ ഒരു അടയാളവുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം ഏതാണ്? നഗോയ സ്റ്റേഷൻ. ജപ്പാനിലെ നഗോയ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം. ഇതിൽ ഡെപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ, ഹോട്ടലുകൾ, ഓഫീസ് ബ്ലോക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് നഗോയ നഗരത്തിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. ശേഷിയനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണ്? റുൻഗ്രാഡോ ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം. ഉത്തര കൊറിയയിലെ പ്യോങ്യാങ്ങിൽ സ്ഥിതി ചെയ്യുന്ന റുൻഗ്രാഡോ ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയത്തിന് ഏകദേശം 1,14,000 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? മഹാഭാരതം. മഹാഭാരതം ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട 2 സംസ്കൃത ഇതിഹാസങ്ങളിൽ ഒന്നാണ്. വേദവ്യാസൻ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇത് മനുഷ്യജീവിതത്തിലെ ധർമ്മം, നീതി, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇതിഹാസ കാവ്യങ്ങളിൽ ഒന്നാണിത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഭൂഖണ്ഡ പർവ്വതനിര ഏതാണ്? ആൻഡിസ് പർവ്വതനിരകൾ. തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡിസ് പർവ്വതനിരകൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഭൂഖണ്ഡ പർവ്വതനിരയാണ്. ഇത് ഏകദേശം 7000 കിലോമീറ്ററിലധികം ദൂരം വ്യാപിച്ചു കിടക്കുന്നു. വെനസ്വേല മുതൽ അർജന്റീന വരെ 7 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ഹൈവേ ഏതാണ്? പാൻ അമേരിക്കൻ ഹൈവേ. പാൻ അമേരിക്കൻ ഹൈവേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ മിക്കവാറും എല്ലാ പസഫിക് തീരരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ഒരു ശൃംഖലയാണ്. ഏകദേശം 30,000 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ ഡാരിയൻ ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഭാഗം ഒഴികെ അലാസ്കയിൽ നിന്ന് അർജന്റീനയുടെ തെക്കേ അറ്റം വരെ നീളുന്നു. ഭൂമിയിലെ ഏറ്റവും ഭാരമുള്ള കരയിലെ മൃഗം ഏതാണ്? ആഫ്രിക്കൻ ബുഷ് ആന. ആഫ്രിക്കൻ ബുഷ് ആനയാണ് ഭൂമിയിലെ ഏറ്റവും ഭാരമുള്ള കരയിലെ മൃഗം. ഇവയ്ക്ക് 6000 കിലോഗ്രാം വരെ ഭാരവും 4 മീറ്റർ വരെ ഉയരവും ഉണ്ടാവാറുണ്ട്. ആഫ്രിക്കൻ സസ്യഭോജികളായ ഇവയുടെ ആയുസ് 60 മുതൽ 70 വരെ വർഷം വരെയാണ്. ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും ഭാരവും വലുപ്പവുമുള്ള ഉരഗം ഏതാണ്? ഉപ്പുവെള്ള മുതല, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. ഉപ്പുവെള്ള മുതലയാണ് ശാസ്ത്രീയനാമം. ക്രോക്കഡൈലസ് പോറോസസ് ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ ഉരഗം. ഇവയ്ക്ക് 6 മീറ്ററിലധികം നീളവും 1000 കിലോഗ്രാമിലധികം ഭാരവും ഉണ്ടാകാം. ഓസ്ട്രേലിയ, തെക്കുകിഴക്കൻ ഏഷ്യ, കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും ഭാരമുള്ള പക്ഷി ഏതാണ്? സാധാരണ ഒട്ടകപ്പക്ഷി, കോമൺ ഓസ്ട്രിച്ച്. സാധാരണ ഒട്ടകപ്പക്ഷിയാണ് ശാസ്ത്രീയനാമം. സ്ട്രൂത്തിയോ കാമലിസ് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ജീവനുള്ള പക്ഷി. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ഇവ പ്രധാനമായും ആഫ്രിക്കൻ സാവന്നകളിലും മരുഭൂമികളിലും കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്? ജിറാഫ്. ജിറാഫാണ് ശാസ്ത്രീയനാമം. ജറാഫ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൃഗം. ഇതിന്റെ ഉയരം ഏകദേശം 4.3 മുതൽ 5.7 മീറ്റർ വരെയാണ്.
കിഴക്കൻ ആഫ്രിക്കയിലും തെക്കൻ ആഫ്രിക്കയിലുമുള്ള സാവന്നകളിലും കാടുകളിലും ഇവ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? പെരിഗ്രിൻ ഫാൽക്കൺ. പെരിഗ്രിൻ ഫാൽക്കൺ ശാസ്ത്രീയനാമം ഫാൽക്കോ പെരഗ്രിനസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയാണ്. ഇവയ്ക്ക് മണിക്കൂറിൽ 320 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഇര തേടി താഴേക്ക് ഡൈവ് ചെയ്യുമ്പോൾ. ഇവ ധ്രുവപ്രദേശങ്ങൾ ഒഴികെ ലോകമെമ്പാടും കാണപ്പെടുന്നു. ഫ്ലിന്റ് ഗ്ലാസ് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ബൾബുകളും ക്യാമറകൾക്കും ദൂരദർശിനികൾക്കുമുള്ള ലെൻസുകളും നിർമ്മിക്കാൻ ഫ്ലിന്റ് ഗ്ലാസ് പ്രധാനമായും ഉപയോഗിക്കുന്നു. ഫ്ലിന്റ് ഗ്ലാസ് ലെഡ് ഓക്സൈഡ് അടങ്ങിയ ഒരുതരം ഒപ്റ്റിക്കൽ ഗ്ലാസാണ്. ഇതിന് ഉയർന്ന അപവർത്തന സൂചികയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ചിതറിക്കൽ ശേഷിയും ഡിസ്പേർഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ലെൻസുകൾ, പ്രിസങ്ങൾ, ഇലക്ട്രിക് ബൾബുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് അനുയോജ്യമാകുന്നത്. സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ക്രൂക്സ് ഗ്ലാസ് ആണ് സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ക്രൂക്സ് ഗ്ലാസിൽ സീറിയം ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് അൾട്രാവയലറ്റ് രശ്മികളെ ഫലപ്രദമായി ആഗിരണം ചെയ്യുകയും കണ്ണുകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ ഈതരം ഗ്ലാസ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ക്രൗൺ ഗ്ലാസിന്റെ പ്രധാന ഉപയോഗം എന്താണ്? മറ്റ് ഗ്ലാസുകൾക്കുള്ള ലെൻസുകൾ നിർമ്മിക്കാൻ ക്രൗൺ ഗ്ലാസ് ഉപയോഗിക്കുന്നു. ക്രൗൺ ഗ്ലാസ് സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് എന്നിവ അടങ്ങിയ ഒരുതരം ഒപ്റ്റിക്കൽ ഗ്ലാസാണ്. ഇതിന് താരതമ്യേന കുറഞ്ഞ അപവർത്തന സൂചികയും ചിതറിക്കൽ ശേഷിയുമുണ്ട്. സാധാരണ കണ്ണടകളുടെയും മറ്റു ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുടെയും ലെൻസുകൾ നിർമ്മിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഏതുതരം ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്? പൈറക്സ് ഗ്ലാസ് ആണ് ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പൈറക്സ് ഗ്ലാസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നും അറിയപ്പെടുന്നു. ഇതിന് താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉയർന്ന ശേഷിയുണ്ട്. കൂടാതെ രാസവസ്തുക്കളോടുള്ള പ്രതിരോധശേഷിയും ഇതിനെ ലബോറട്ടറി ഉപകരണങ്ങൾക്കും അടുക്കള പാത്രങ്ങൾക്കും അനുയോജ്യമാക്കുന്നു. ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസിന്റെ സവിശേഷത എന്താണ്? ഏത് സംയുക്തമാണ് ഇതിന് കാരണമാകുന്നത്? സിൽവർ ക്ലോറൈഡിന്റെ സാന്നിധ്യം കാരണം ശക്തമായ പ്രകാശത്തിൽ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് ഇരുണ്ടതായി മാറുന്നു. ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസുകളിൽ സിൽവർ ക്ലോറൈഡ് അല്ലെങ്കിൽ മറ്റ് ഹാലൈഡുകൾ പോലുള്ള ഫോട്ടോസെൻസിറ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. അൾട്രാവയലറ്റ് പ്രകാശത്തിൽ ഈ സംയുക്തങ്ങൾ വിഘടിക്കുകയും ഗ്ലാസിന് ഇരുണ്ട നിറം നൽകുകയും ചെയ്യുന്നു. പ്രകാശം കുറയുമ്പോൾ അവ വീണ്ടും സുതാര്യമാകുകയും ചെയ്യുന്നു. ഗ്ലാസ് കഠിനമാക്കാൻ ഏത് സംയുക്തമാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് കഠിനമാക്കാൻ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ഗ്ലാസ് കഠിനമാക്കുന്ന പ്രക്രിയയെ കെമിക്കൽ ടെമ്പറിംഗ് എന്ന് പറയുന്നു. ഈ പ്രക്രിയയിൽ ഗ്ലാസ് പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റ് പോലുള്ള പൊട്ടാസ്യം ലവണങ്ങളുടെ ദ്രാവകത്തിൽ താപനം നടത്തുന്നു. ഇത് ഗ്ലാസിന്റെ ഉപരിതലത്തിൽ കംപ്രഷൻ സമ്മർദ്ദമുണ്ടാക്കുകയും അതിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് ലോഹ സംയുക്തമാണ് ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്നത്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്നു. വിവിധ ലോഹ ഓക്സൈഡുകളും സംയുക്തങ്ങളും ഗ്ലാസിന് വ്യത്യസ്ത നിറങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നു. കാഡ്മിയം സൾഫൈഡ് സീരീസ് ഗ്ലാസ് നിർമ്മാണത്തിൽ ഒരു കളറിംഗ് ഏജന്റായി ഉപയോഗിക്കുമ്പോൾ മഞ്ഞ നിറം നൽകുന്നു. ഇത് വർണ്ണ ഗ്ലാസുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സിമന്റ് ജലീകരണം ചെയ്യുമ്പോൾ കഠിനമാകുന്നതിന് കാരണമായ സംയുക്തങ്ങൾ ഏതാണ്? കാൽസ്യം സിലിക്കേറ്റ്, അലുമിനിയം സിലിക്കേറ്റ് എന്നിവയുടെ ജലീകരണമാണ് സിമന്റ് കഠിനമാകുന്നതിന് കാരണം. സിമന്റ് വെള്ളവുമായി ചേരുമ്പോൾ ഹൈഡ്രേഷൻ എന്ന രാസപ്രവർത്തനം നടക്കുന്നു. ഈ പ്രക്രിയയിൽ കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്, CSH, കാൽസ്യം അലുമിനേറ്റ് ഹൈഡ്രേറ്റ്, CaH തുടങ്ങിയ പുതിയ സംയുക്തങ്ങൾ രൂപപ്പെടുന്നു. ഈ സംയുക്തങ്ങളാണ് സിമന്റിന് ഉറപ്പും കാഠിന്യവും നൽകി കഠിനമാക്കുന്നത്. ഒരു വളം ചാക്കിലെ 3 സംഖ്യകൾ സാധാരണയായി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു വളം ചാക്കിലെ 3 സംഖ്യകൾ നൈട്രജൻ, N, ഫോസ്ഫറസ്, P, പൊട്ടാസ്യം, K എന്നിവയുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശതമാനത്തെ യഥാക്രമം സൂചിപ്പിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ 3 പ്രാഥമിക പോഷകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, NPK. വളം ചാക്കിലെ ഈ സംഖ്യകൾ, ഉദാഹരണത്തിന് 10 ഒക്ടോബർ 10 വളത്തിൽ ഈ പോഷകങ്ങൾ എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു.
ഇത് മണ്ണും വിളയുമനുസരിച്ച് ശരിയായ വളം തിരഞ്ഞെടുക്കാൻ കർഷകരെ സഹായിക്കുന്നു. രാസവളങ്ങളുടെ 3 പ്രധാന തരം ഏതാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വളങ്ങൾ എന്നിവയാണ് രാസവളങ്ങളുടെ 3 പ്രധാന തരം. സസ്യങ്ങൾക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ ഒറ്റക്കോ കൂട്ടായോ നൽകുന്നതിനെ ആശ്രയിച്ച് രാസവളങ്ങളെ തരംതിരിക്കുന്നു. നൈട്രജൻ വളങ്ങൾ ഇലകളുടെ വളർച്ചയ്ക്കും, ഫോസ്ഫറസ് വളങ്ങൾ വേരുകളുടെയും പൂക്കളുടെയും വിത്തുകളുടെയും വളർച്ചയ്ക്കും, പൊട്ടാസ്യം വളങ്ങൾ സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും രോഗപ്രതിരോധശേഷിക്കും സഹായിക്കുന്നു. പ്രധാന നൈട്രജൻ വളങ്ങൾ ഏതൊക്കെയാണ്? യൂറിയ, അമോണിയം സൾഫേറ്റ്, കാൽസ്യം സയനമൈഡ്, കാൽസ്യം നൈട്രേറ്റ് എന്നിവയാണ് പ്രധാന നൈട്രജൻ വളങ്ങൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു പോഷകമാണ് നൈട്രജൻ. മണ്ണിൽ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയ രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ സസ്യങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീനുകളും ക്ലോറോഫില്ലും ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. യൂറിയയിൽ എത്ര ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്? യൂറിയയിൽ 46% നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. യൂറിയ, NHCONH ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നൈട്രജൻ വളമാണ്. ഇതിൽ ഏകദേശം 46% നൈട്രജൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വളരെ സാന്ദ്രീകൃതമായ വളമാണ്. മണ്ണിൽ നൈട്രജൻ ലഭ്യമാക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പ്രധാന ഫോസ്ഫറസ് വളങ്ങൾ ഏതൊക്കെയാണ്? ഫോസ്ഫോറിക് സ്ലാഗ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം എന്നിവയാണ് പ്രധാന ഫോസ്ഫറസ് വളങ്ങൾ. സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ചയ്ക്കും പൂക്കൾ, കായ്കൾ എന്നിവയുടെ രൂപീകരണത്തിനും ഫോസ്ഫറസ് അത്യാവശ്യമാണ്. ഫോസ്ഫോറിക് സ്ലാഗ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം എന്നിവ മണ്ണിൽ ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന പ്രധാന വളങ്ങളാണ്. ഇത് സസ്യങ്ങളുടെ ഊർജ്ജ സംഭരണത്തിനും കൈമാറ്റത്തിനും സഹായിക്കുന്നു. പ്രധാന പൊട്ടാസ്യം വളങ്ങൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ് എന്നിവയാണ് പ്രധാന പൊട്ടാസ്യം വളങ്ങൾ. സസ്യങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാസ്യം നൈട്രേറ്റ്, KNO3, പൊട്ടാസ്യം ക്ലോറൈഡ്, KCl, പൊട്ടാസ്യം സൾഫേറ്റ്, KSO എന്നിവ ഈ പോഷകം ലഭ്യമാക്കുന്ന പ്രധാന വളങ്ങളാണ്. ഇത് സസ്യങ്ങളിലെ ജലാംശം നിയന്ത്രിക്കാനും ഫോട്ടോസിന്തസിസ് കാര്യക്ഷമമാക്കാനും സഹായിക്കുന്നു. എന്താണ് ജൈവവളങ്ങൾ, ബയോഫെർട്ടിലൈസേഴ്സ്? ജൈവവളങ്ങൾ എന്നത് പോഷകലഭ്യത മെച്ചപ്പെടുത്തി സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യക്ഷമമായ സൂക്ഷ്മാണുക്കളുടെ ജൈവ തയ്യാറെടുപ്പുകളാണ്. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന പരിസ്ഥിതി സൗഹൃദപരമായ സമീപനമാണ് ജൈവവളങ്ങൾ. മണ്ണിലെ സൂക്ഷ്മാണുക്കളായ റൈസോബിയം, അസറ്റോബാക്ടർ തുടങ്ങിയവ അന്തരീക്ഷ നൈട്രജൻ മണ്ണിലെത്തിക്കുകയും ഫോസ്ഫറസ് പോലുള്ള പോഷകങ്ങളെ സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പാകത്തിലാക്കുകയും ചെയ്യുന്നു. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നു. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു പദാർത്ഥത്തെയും ഇന്ധനം എന്ന് പറയുന്നു. കത്തുമ്പോൾ രാസ ഊർജ്ജം താപോർജ്ജമായി പുറത്തുവിടുകയും അത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൽക്കരി, പെട്രോൾ, പ്രകൃതിവാതകം എന്നിവ ഉദാഹരണങ്ങളാണ്. പ്രാഥമിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. കൽക്കരി, വിറക്, പെട്രോൾ എന്നിവ പ്രാഥമിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന മറ്റു പ്രോസസ്സിംഗുകൾ ആവശ്യമില്ലാത്ത ഇന്ധനങ്ങളെയാണ് പ്രാഥമിക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി, വിറക്, പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. ഇവയെ പിന്നീട് സംസ്കരിച്ച് ദ്വിതീയ ഇന്ധനങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ദ്വിതീയ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. വാട്ടർ ഗ്യാസ് CO+H2, പ്രൊഡ്യൂസർ ഗ്യാസ് CO+N2 എന്നിവ ദ്വിതീയ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രാഥമിക ഇന്ധനങ്ങളെ രാസപ്രവർത്തനങ്ങളിലൂടെയോ മറ്റു പ്രക്രിയകളിലൂടെയോ രൂപാന്തരപ്പെടുത്തി ഉണ്ടാക്കുന്നവയാണ് ദ്വിതീയ ഇന്ധനങ്ങൾ. ഉദാഹരണത്തിന്, കൽക്കരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന കോക്ക്, പെട്രോളിയത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഗ്യാസോലിൻ, വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ചില കര ഇന്ധനങ്ങളുടെ പേരുകൾ നൽകുക. വിറക്, കൽക്കരി, കരി, കോക്ക് എന്നിവ കര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സാധാരണ താപനിലയിൽ കരാവസ്ഥയിൽ കാണപ്പെടുന്ന ഇന്ധനങ്ങളാണ് കര ഇന്ധനങ്ങൾ. ഇവ എളുപ്പത്തിൽ സംഭരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു.
വിറക്, കൽക്കരി, ബയോമാസ്, പീറ്റ് എന്നിവ ലോകമെമ്പാടുമുള്ള ഊർജ്ജാവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്നു.